അപ്പോൾ ഇന്ന് നമുക്ക് സർവീസ് വന്നേക്കുന്ന ഒരു പോക്കോ X3 Pro ആണ്. കംപ്ലയിൻറ്റ് അതിൻ്റെ സംഭവം പോക്കോ ലോഗോ വരും. അതിനുശേഷം ഫുള്ളി ഒരു വൈറ്റ് സ്ക്രീൻ വന്നിട്ട് റീസ്റ്റോർ അടിക്കുന്നതിന് കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതൊരു കോമൺ ഇഷ്യൂ ആണ് നമ്മുടെ പോക്കോ X3 Pro ഇതിൻ്റെ കോമൺ കംപ്ലയിൻ്റ് ആണ് നമ്മുടെ CPU കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ CPU എടുത്ത് റീബോൾ ചെയ്തൊക്കെ റാമും എടുത്ത് റീബോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ CPU വെച്ച് പോർട്ട് ചെക്ക് ചെയ്ത് നോക്കി പോർട്ട് ഓക്കെയാണ്. അത് നമ്മുടെ കോൾകോം പോർട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പവർ സപ്ലൈയിൽ ഒരു 170 ആംപിയറൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ CPU എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റാം റീഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം റാമും വെച്ച് സംഭവം നമ്മൾ ഫോൺ ഓണാക്കി നോക്കിയപ്പോൾ സാധനം അങ്ങോട്ട് ഓണായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും CPU കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 100% റെഡി ആവുന്ന ഉറപ്പ് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കി നോക്കാം. അപ്പം ഗൈസ് അങ്ങനെ നമ്മുടെ കംപ്ലയിൻറ്റ് ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ലോഗോയായ MIUI ലോഗോ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കംപ്ലയിൻറ്റ് എന്തായാലും ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിന്ന് ഇതിൻ്റെ ബാക്കി ഫംഗ്ഷൻസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം CPU ചെയ്ത ഫോൺ. അപ്പം ഇതേപോലത്തെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണാൻ നോക്കൊണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം അടുത്തൊരു വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ.